മലപ്പുറം ജില്ലാതല നീന്തൽ മത്സരം നടത്താൻ അധികൃതർ എത്തിയില്ലെന്ന് പരാതി. മത്സരത്തിനിടെ കുട്ടികൾ 5 മണിക്കൂറിലധികം കാത്തു നിൽക്കേണ്ടി വന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് കുട്ടികളാണ് ദുരിതം അനുഭവിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ വിളിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ ഫോൺ കട്ട് ചെയ്തെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. അതായത് ഇന്നിവിടെ ജില്ലാ നീന്തൽ മത്സരമാണ് നടക്കുന്നത്. ഇത്രയും മക്കൾ ഇവിടെ വെയിൽ കൊണ്ടുകൊണ്ട് കറങ്ങി നടക്കുക. രാവിലെ 5 മണിക്ക് വന്ന മക്കളാ. ഒരു തുള്ളി വെള്ളം വരെ കുടിച്ചിട്ടില്ല. ഇവിടെ വെള്ളക്കുപ്പിനെ കൊണ്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം 10 മണിന് ശേഷം വെള്ളക്കുപ്പി ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ എന്ത് നീന്തൽ മത്സരം? ഇതിന്റെ ഔദ്യോഗികപ്പെട്ട ആൾക്കാർ ഇവിടെ ഒരു ഒറ്റൊന്നില്ല, ആംബുലൻസ് ഇല്ല, ലൈഫ് ഗാർഡിനില്ല. ഈ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവര് സമ്മാനം പറയോ? ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, എന്ത് വീഴ്ചയാണ് സംഭവിച്ചത്? അധ്യാപകരുടെ പ്രതിഷേധവും സമരവും ഒന്നും വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നില്ലേ? ധന്യ, അതായത് ഈ നീന്തൽ മത്സരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നീന്തൽക്കുളത്തിലായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് പരിപാടി നടത്താനുള്ള അധികൃതരോ ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് അധ്യാപകരും അതോടൊപ്പം തന്നെ ഈ രക്ഷിതാക്കളും ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ 8 മണിക്കാണ് കുട്ടികളോട് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് പ്രകാരം നേരത്തെ തന്നെ, അതായത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കും 100 കണക്കിന് കുട്ടികൾ ഇങ്ങോട്ടേക്ക് നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആണ് ആവശ്യപ്പെട്ടിരുന്നത്. 8 പിന്നീട് അത് 9 10 മണിയായി. ഈ സംഘാടകരെ കാണാതായതോടുകൂടി പിന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ കൂടെ ഉണ്ടായിരുന്ന രക്ഷിതാക്കൾ DDE ഓഫീസുമായി ബന്ധപ്പെട്ടു. പക്ഷെ അവർ കോൾ എടുത്ത് കൃത്യമായി മറുപടി പറയാതെ കോൾ കട്ട് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് വിളിച്ചപ്പോൾ എടുത്തില്ല എന്നും പറഞ്ഞു. ഇതോടുകൂടിയാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായത്. മാത്രമല്ല, യാതൊരു മുൻകരുതലും സുരക്ഷാ മാനദണ്ഡങ്ങളും ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്ന് ഈ രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് ഏതാണ്ട് 12:30 കൂടി ചില അധ്യാപകരെത്തി മത്സരങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. പക്ഷേ കൃത്യസമയത്ത് നടത്താത്തത് കൊണ്ട് തന്നെ ഈ മത്സരങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് നാളത്തേക്ക് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നാളെ ഈ കുട്ടികൾക്ക് പല കുട്ടികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. മറ്റു ഇനങ്ങളിൽ പങ്കെടുക്കേണ്ട കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവസരം നഷ്ടപ്പെടുമെന്നുള്ള വലിയ ഒരു ആശങ്കയാണ് ഇപ്പോൾ രക്ഷിതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് DDE ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നപ്പോൾ അവർ പറയുന്നത് ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് കോൾ ഷീറ്റ് എടുക്കാനൊക്കെ ഒരു അല്പം വൈകിപ്പോയി. പക്ഷെ പിന്നീട് നമ്മൾ ആ പരിപാടി നടത്താൻ വന്നപ്പോൾ ചിലർ തടസ്സം നിന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ വൈകിയത് എന്നുള്ളൊരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് DDE ഓഫീസ് നൽകുന്നത്. തന്നെ ശരി.